ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോവിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദാനന്ദന പ്രജ ജനരഞ്ജന ജന്മതിരാവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോവിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദാനന്ദന പ്രജ ജനരഞ്ജന യമുനതിരാവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോവിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദാനന്ദന പ്രജ ജനരഞ്ജന യമുനതിരാവനചാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ ജയ ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ ജയ രാധമാധവ ജയ ജയ രാധമാധവ ജയ ജയ ഗൗരനിതായ് ജയ ജയ ഗൗരനിതായ് ജയ ജയ പ്രഭുപാദ് ജയ ജയ ശിവ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് ജയ ജയ നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭദ്രേ ശ്രീമതേ മഹാവിഷ്ണു സ്വാമി നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭദ്രേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തിനന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ മുഖം കരോതി വാചാലം പങ്കം വന്ദായം യുക്തിപാതമകം വന്ദേ ശ്രീഗുരുവം ദീനകാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഹരേ കൃഷ്ണ. ഇന്ന് വിഷയം ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം ശ്ലോകം 65, 64, 65, 66. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 65 ഞാൻ വായിക്കാം. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനി നിരൈശ്വരൻ ആത്മവശൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനി നിരൈശ്വരൻ ആത്മവശൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനി നിരൈശ്വരൻ ആത്മവശൈർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ഹരേ കൃഷ്ണ. കേൾക്കാമല്ലോ? ശരി. അപ്പൊ ഇതിന്റെ ശബ്ദങ്ങളുടെ അർത്ഥം നോക്കാം. വിധേയാത്മാ, നിയന്ത്രിതമായി സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നവർ. തു ആകട്ടെ വ്യക്തങ്ങളായി ആത്മവിഷയി വഴങ്ങുന്ന, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ആത്മവശീകരണത്തിന് വഴങ്ങുന്ന, ഇന്ദ്രിയങ്ങളെ കൊണ്ട് വഴങ്ങുന്ന, ആത്മവശീകരണത്തിന് വഴങ്ങുന്ന, ഇന്ദ്രിയങ്ങളെ കൊണ്ട് വഴങ്ങുന്ന, ആത്മവശീകരണത്തിന് വഴങ്ങുന്ന, ഇന്ദ്രിയങ്ങളെ കൊണ്ട് വഴങ്ങുന്ന, ഇന്ദ്രിയങ്ങളെ കൊണ്ട് വഴങ്ങുന്ന, ഇന്ദ്രിയങ്ങളെ കൊണ്ട് വഴങ്ങുന്ന,
വിഷയങ്ങളെ ചരൻ ഈശ്വരകൃപ അധിഗച്ഛതി പ്രാപിക്കുന്നു. ശില പ്രഭുപാദർജിക്ക് ജയ്. വിവർത്തനവും ഭവാർത്ഥവും. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും. ഭാവാർത്ഥം: ഏതെങ്കിലും കൃത്രിമ പദ്ധതി പ്രകാരം ബാഹ്യമായ ഇന്ദ്രിയ സംയമനം സാധിച്ചാലും ആ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതിരുന്നാൽ ഒരു പതനത്തിന് തികച്ചും സാധ്യതയുണ്ടെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. കൃഷ്ണാവബോധം തികഞ്ഞ ഒരാൾ വൈഷയിക മേഖലയിലാണെന്ന് തോന്നുമെങ്കിലും കൃഷ്ണാവബോധം ഉള്ളതുകൊണ്ട് വിഷയബോധങ്ങളിൽ അനാസക്തനായിരിക്കും. ഭക്തന്റെ താല്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാകയാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം മുക്തനാണ്. കൃഷ്ണനെ അഭിമതമെങ്കിൽ സാധാരണ നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്ത എന്തും അദ്ദേഹം ചെയ്തേക്കും. കൃഷ്ണൻ ഇഷ്ടമല്ലെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് ചെയ്യാൻ ഇടയുള്ളത് വേണ്ടെന്ന് വയ്ക്കും. തന്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്ക് മേൽ നിയന്ത്രണമുണ്ട്. വൈഷയിക മേഖലകളിൽ ആസക്തനാണെങ്കിൽ പോലും ഭക്തന് കൈവരുന്ന അഹൈതകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം. ഹരേ കൃഷ്ണ. ശ്ലോകം 65 കൂടെ വായിക്കാം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യശു ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യശു ബുദ്ധി പര്യവതിഷ്ഠതേ. വാക്കുകളുടെ അർത്ഥം: പ്രസാദേ, ഭഗവാന്റെ അഹൈതുകമായ കാരുണ്യം ഉണ്ടാകുമ്പോൾ, അസ്യ, അവന്, സർവദുഃഖാനാം, സകല ദുഃഖങ്ങളുടെയും ഹാനി, നാശം, ഉപജായതേ, സംഭവിക്കുന്നു. ഹി, എന്തെന്നാൽ, പ്രസന്നചേതസ, പ്രസന്ന ചിത്തന്റെ ബുദ്ധി, ആശു, പെട്ടെന്ന്, പര്യവതിഷ്ഠതേ, വേണ്ടുവണ്ണം ഉറച്ചു നിൽക്കുന്നു. കൃഷ്ണാവബോധത്തിൽ പ്രഭുപാദർജിക്ക് ജയ്. വിവർത്തനം: കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. ശ്ലോകം 66. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതാ ശാന്തിർ അശാന്തസ്യ കുതാ സുഖം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതാ ശാന്തി അശാന്തസ്യ കുതാ സുഖം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതാ ശാന്തി അശാന്തസ്യ കുതാ സുഖം. വാക്കുകളുടെ അർത്ഥം: അയുക്തസ്യ, കൃഷ്ണാവബോധമില്ലാത്തവന്, ബുദ്ധി, ആധ്യാത്മിക ബുദ്ധി, നാസ്തി, ഭവിക്കുന്നില്ല. അയുക്തസ്യ, കൃഷ്ണാവബോധവുമായി ബന്ധമില്ലാത്തവന്, ഭാവന ച, സന്തോഷത്തിൽ ഉറച്ച മനസ്സും, നാസ്തി, ഭവിക്കുന്നില്ല. അഭാവയത, ദാർഢ്യമില്ലാത്തവന്, ശാന്തി ച, ശാന്തിയും നാസ്തി, ഭവിക്കുന്നില്ല. അശാന്തസ്യ, ശാന്തിയില്ലാത്തവന്, സുഖം കുത, എവിടുന്ന്, സുഖം തന്നെ, കുത എവിടുന്ന്. പരമപുരുഷനുമായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവന്
ജീവബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖമെവിടെ? അതാണ് എൻ്റെ വിവർത്തനം. ഭാവാർത്ഥം പ്രഭുപാദജി കി ജയ്. കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല. തപോയജ്ഞാദികളുടെ സത്ഫലങ്ങളെല്ലാം ആസ്വദിക്കുന്നത് കൃഷ്ണൻ തന്നെയെന്നും എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെയും ഉടമയും എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ സുഹൃത്തും അദ്ദേഹം ഒരാളാണെന്നും അറിയുന്നവർക്ക് ശരിക്കും സമാധാനം ലഭിക്കുകയെന്ന് 5-ാം അധ്യായത്തിൽ 5:29 പറയുന്നുണ്ട്. കൃഷ്ണാവബോധമില്ലെങ്കിൽ മനസ്സിന് ഒരു അന്തിമ ലക്ഷ്യമില്ല തന്നെ. ഉറച്ച ലക്ഷ്യമില്ലാത്തത് കൊണ്ട് മനസ്സ് അസ്വസ്ഥമാകുന്നത് ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്. ഒരു ഉറച്ച ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് മനസ്സ് അസ്വസ്ഥമാകുന്നത്. കൃഷ്ണനാണ് ഏതൊന്നിൻ്റെയും ആസ്വാദകനും ഉടയവനും ഏവരുടെയും സുഹൃത്തുമെന്ന് മനസ്സിലാക്കിയാൽ സ്ഥിരചിത്തത്തെ അറിഞ്ഞ സമാധാനം നേടാം. കൃഷ്ണയുടെ ഒരു വിധത്തിലും ബന്ധപ്പെടാതെ പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ആധ്യാത്മികമായ ഔന്നത്യവും ശാന്തിയും കരിച്ച ആളെ പോലെ ഭാവിച്ചാലും ശരി എപ്പോഴും അശാന്തനും ദുഃഖിതനുമായിരിക്കും. കൃഷ്ണനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭ്യമാവുന്നതും സ്വയം വെളിപ്പെടുന്നതുമായൊരു പ്രശാന്ത അവസ്ഥയത്രേ കൃഷ്ണാവബോധം. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുഷം ഇന്ദ്രിയം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഹൃദയേ സ്വയം രൂപകഥാമഹ്യം ദദാതി സുഖതന്തും. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദം ശ്രീഗുരുൻ വൈഷ്ണവാഞ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവ സദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണ ഗീതാ ശ്രീപ്രസാദാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ സപ്തകാഞ്ജന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രണാമം. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 64-ാം ശ്ലോകം നമുക്ക് നോക്കാം. അതിനു മുമ്പ് ശ്ലോകം 41. ശ്ലോകം 54. അർജുനൻ ഉവാച. അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് 4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ ശ്ലോകങ്ങൾ പറയുന്നത്. അതിൻ്റെ 4-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിന്ന് വായിച്ച ശ്ലോകം 64. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീം കീം പ്രഭാഷേത കീമാസീത വ്രജേത കീം. അതായത് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന ആ വ്യക്തി, ഭക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗമാണത്. സ്ഥിതപ്രജ്ഞൻ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ശ്ലോകങ്ങളൊക്കെ വായിച്ചാണല്ലോ. സമാധിസ്ഥനായി കഴിയുമെന്ന് പറയുന്നിട്ടില്ല. ഏറ്റവും ആ സമാധി അവസ്ഥയിലാണ് ഇതിനാണ് എന്താ പറയുക സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ അല്ലാതെ അദ്ദേഹത്തിന് യാതൊരു ചിന്തയുമില്ലാത്ത ഒരു ഭാവം. മറ്റ് ഒരു വിധത്തിലും അദ്ദേഹം വേറൊരു കാര്യങ്ങളിൽ ഇടപെടാറില്ല. അതുപോലെ തന്നെ സുഖമായാലും ദുഃഖമായാലും എന്ത് തന്നെ ആയാലും ശരി അതിൽ യാതൊരു താല്പര്യവും കാണിക്കാത്ത വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥിതപ്രജ്ഞൻ അതിനെപ്പറ്റിയുള്ള ചോദ്യം അർജുനന്റെ 4-ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറയുകയാണ് ഇതിനകത്ത്. സ്ഥിതപ്രജ്ഞൻ നടക്കുന്നത്, അതായത് സ്ഥിതപ്രജ്ഞന്റെ ഇന്ദ്രിയങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു. ഒരു സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ ഏതു വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ
അല്ല, അർജുനന്റെ ചോദ്യം അതിനുത്തരമായിട്ടാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളിലും അദ്ദേഹം നിയന്ത്രിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ആ സ്ഥിതപ്രജ്ഞനായ വ്യക്തി ഇന്ദ്രിയങ്ങളെ അദ്ദേഹത്തിന്റെ ഇച്ഛാനുസരണമാണ് പ്രവർത്തിപ്പിക്കുന്നത്. അല്ലാതെ നാട്ടുനടപ്പനുസരിച്ച് എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യും, അങ്ങനെയുള്ള രീതിയിലല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം. കൃഷ്ണൻ എന്താണോ ഇഷ്ടം അത് മാത്രമേ അദ്ദേഹം ചെയ്യാറുള്ളൂ. കൃഷ്ണൻ പറയുന്നത് മാത്രം പ്രവർത്തിക്കുക, കൃഷ്ണൻ ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടത്തിൽ ഒന്നും തന്നെ അദ്ദേഹം പ്രവർത്തിക്കാറില്ല. ഈ ശ്ലോകത്തിൽ പറയുന്നത് രാഗദ്വേഷ വിമുക്ത. രാഗത്തിൽ, അതായത് ആസക്തിയും വിരക്തിയും അതിലൊന്നും ഒരു താല്പര്യമില്ലാതിരിക്കുന്ന ആളുകൾക്ക് രാഗദ്വേഷ വിമുക്താത്മാ വിഷയാനിന്ദ്രിയേശ്വരൻ. ആ ഇന്ദ്രിയത്തിന്റെ ഇന്ദ്രിയങ്ങളെ നിർത്തിക്കൊണ്ട്, ഇന്ദ്രിയെ നിയന്ത്രിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള രാഗദ്വേഷം, അതായത് ആഗ്രഹമോ അല്ല വിരക്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ആളിനാണ് കാണാൻ ഭഗവാന്റെ പ്രസാദം. പ്രസാദം എന്ന് പറഞ്ഞാൽ കൃഷ്ണാവബോധം ഉണ്ടാകുന്നു. കൃഷ്ണാവബോധത്തിനെയാണ് ഇവിടെ പറയുന്നത് പ്രസാദം എന്ന്. ആ പ്രസാദം കിട്ടണമെങ്കിൽ ഈ വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം. സ്വന്തം ഇഷ്ടത്തെ അല്ല, ഭഗവാന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കണം. സാധാരണ ജനങ്ങൾ ചെയ്യുന്നത് ചെയ്യണമെന്നില്ല. ഭഗവാൻ എന്താണ് ഇച്ഛിക്കുന്നത് അത് മാത്രം ചെയ്യുക. കൃഷ്ണനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ജീവാത്മാവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണന് എങ്ങനെ, ഏത് വിധത്തിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകുന്നോ, അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താൻ, അദ്ദേഹത്തിൽ പ്രേമം എങ്ങനെ ഉയർത്താൻ പറ്റുമോ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അതിനാൽ കൃഷ്ണാവബോധത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. കൃഷ്ണന്റെ താല്പര്യം അനുസരിച്ച് എല്ലാ ജോലിയും ചെയ്യുക. അങ്ങനെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണന്റെ പ്രസാദം കിട്ടും. അതാണ് കൃഷ്ണാവബോധത്തിന്റെ ലക്ഷ്യം തന്നെ, അത് തന്നെയാണ്. ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതായാലും ശരി, ഭഗവാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്തിരിക്കും. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഈ വാസുദേവന്റെയും ദേവകിയുടെയും, അതായത് കൃഷ്ണ ഭഗവാന്റെ അച്ഛന്റെയും അമ്മയുടെയും ആ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തിന് ശേഷം കംസൻ ഇവരെ ഉപദ്രവിക്കാൻ ചെല്ലുന്ന സമയത്ത് അവരെ കൊണ്ട് ജയിലടക്കുകയും അതിനുശേഷം ദേവകി ഗർഭിണിയാവുകയൊക്കെ ചെയ്തെന്ന സമയത്ത് കൃഷ്ണന് അല്ല വസുദേവര് ഈ കംസന് ഒരു വാക്ക് കൊടുത്തിരുന്നു. എന്താന്ന് വെച്ചാൽ കിട്ടുന്ന കുട്ടികളെയെല്ലാം, അത് ജനിക്കുന്ന കുട്ടികളെയെല്ലാം ഞാൻ ആ ജനിച്ച സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുതരാമെന്ന്. അത് ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠ വ്യക്തി ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെ അത് ചെയ്തെങ്കിലേ പറ്റൂ, അത് ചെയ്യണം. അതാണ് നമ്മുടെ ലോകത്തിന്റെ നീതി. എന്നാൽ കൃഷ്ണൻ പൂജാതനായ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവിടെ നമ്മുടെ യശോദാമ്മയുടെ അടുത്ത് കൊണ്ടുവിടണം. അതുകൊണ്ട് വസുദേവർ തന്നെ, അച്ഛൻ തന്നെ എടുത്ത് കൊണ്ടുപോയി അവിടെ കൊടുക്കണം, എന്നിട്ട് അവിടെയുള്ള കുട്ടിയെ ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിക്കും നമ്മുടെ വാക്കിന് വിപരീതമാണ്. എങ്കിലും കൃഷ്ണൻ പറഞ്ഞപ്പോൾ അത് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് വസുദേവർ ആ ചുമതല നിർവഹിച്ചു. അപ്പൊ അങ്ങനെ കൃഷ്ണൻ എന്ത് പറയുന്നോ അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ അതിന് എന്നെങ്കിൽ കൃഷ്ണനിൽ നിന്നും പ്രസാദം ലഭിക്കൂ. കൃഷ്ണന്റെ പ്രസാദം ലഭിക്കണമെങ്കിൽ, അതായത് കൃഷ്ണന്റെ പ്രേമം കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്തെങ്കിലേ പറ്റൂ. ഏത് തെറ്റോ ശരിയോ കൃഷ്ണൻ എന്താ പറയുന്നത് അത് തന്നെ ചെയ്തിരിക്കണം. അത് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഭക്തന്മാർ അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. അപ്പൊ അവിടെ മറ്റ്
സാമൂഹ്യനീതിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നോക്കുന്നത്. അവിടെ ഭഗവാൻ എന്താ പറയുന്നത് വെച്ചാൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ യുദ്ധം മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത്, യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ദുര്യോധന ഭീമനെ പറ്റിയില്ല. ആ സമയത്ത് കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ശരി, അവനെ അടിച്ചാൽ അടിയേക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവന്റെ തുട, ആ തുടയ്ക്ക് അടിച്ചോളാൻ പറഞ്ഞു. ആരെ? ഭീമനോട് പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ അത് പക്ഷെ നിയമപരമായിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് അടിക്കാൻ പാടില്ലാത്തതാണ് ഗത കൊണ്ട്. അപ്പൊ കൃഷ്ണൻ അന്നേരം പറഞ്ഞു, ശരി, കുഴപ്പമില്ല, നീ അടിച്ചോ, അവൻ താഴെ വീഴ്ത്താനോ. അപ്പൊ അത് ഭീമൻ ചെയ്യുകയും ചെയ്തു. യുദ്ധനീതിക്ക് വിരുദ്ധമാണെങ്കിലും ശരി, അത് ഭഗവാൻ പറഞ്ഞു, ഭീമസേനൻ അത് ചെയ്തു. അങ്ങനെ ദുര്യോധനനോട് കിടപ്പായി, മരണാസന്നനായി കിടക്കുന്നു. അപ്പൊ ഇതുപോലെ എന്തുവാണോ ഭഗവാൻ ഇഷ്ടം അത് ചെയ്യണം, ഏതായാലും ശരി. അതുപോലെ തന്നെ നിയമാനുസരണം ചെയ്തിരിക്കണം. നമ്മളെയൊക്കെ ഭഗവാൻ ഇങ്ങനൊരു നിയമം, ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നിയമത്തെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. നിയമം ഏത് നിയമമാണോ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അതേ വിധത്തിൽ നമ്മുടെ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ചെയ്യണമെന്ന് പ്രഭുപാദർജി പറയുന്നുണ്ട്. യമനിയമങ്ങൾ അനുസരിക്കേണ്ടതായിട്ട് നമുക്കുണ്ട്. യമനിയമങ്ങളെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണെന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട യമനിയമങ്ങൾ 4 ഉണ്ട്. അതറിയാമല്ലോ എല്ലാവർക്കും. ഒന്ന്, ആവശ്യമില്ലാത്ത മറ്റു രീതിയിലുള്ള, അതായത് സ്വന്തം ഭാര്യ-ഭർത്തൃ ബന്ധം ഉപേക്ഷിച്ച് അന്യവിധത്തിലുള്ള സംഗമം അത് നടത്താൻ പാടില്ല എന്നുള്ളത് നിയമമാണ്. അതുപോലെ തന്നെ മാംസ ആഹാരം കഴിക്കാൻ പാടില്ല, അതൊരു നിയമമാണ്. അത് യമനിയമങ്ങളിൽ വരുന്നതാണ്. പല നിയമങ്ങളുണ്ട് യമനിയമങ്ങളിൽ. പ്രധാനപ്പെട്ട കാര്യം 4 അതുപോലെ തന്നെ ചൂതുകളി പാടില്ല. ഇനി ഒരു നിയമം കൂടെ ഉണ്ട്. ആർക്കെങ്കിലും പറയാവോ അത്? ഹരേ കൃഷ്ണ. മദ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇങ്ങനെ 4 നിയമങ്ങളാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ. എന്താ മതം പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാ നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിച്ച് നമുക്ക് തന്നിട്ടുള്ള നിയമ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ നമ്മുടെ ഭക്തി മുൻപോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മോക്ഷം പ്രാപിക്കാം എന്നാണ് പറയുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ ഭഗവത് സേവനം ചെയ്യാനുള്ള അവകാശം കിട്ടുക. മോക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും വിചാരിക്കുന്ന മോക്ഷം കിട്ടും നമ്മുടെ ഈ ഭൗതിക ലോകത്തിൽ നിന്നുള്ള വിരമിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു പോവുക. അതല്ല. അത് മാത്രമല്ല, മോക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഭഗവത് സന്നിധിയിൽ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യാനുള്ള സൗകര്യം കിട്ടുക. അത് അങ്ങനെ നിയമാനുസൃതമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഭഗവത് പ്രസാദം. ഭഗവാന് ഹിതകരമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രസാദമാണ് കൃഷ്ണാവബോധം. ആ കൃഷ്ണാവബോധം എല്ലാവർക്കും ലഭിക്കണമെങ്കിൽ നല്ല വിധത്തിലുള്ള നമ്മുടെ ഗുരുക്കന്മാർ പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ച് നമ്മുടെ യമനിയമങ്ങളെ പാലിച്ച്, അറിയാമല്ലോ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാം. ഭഗവത്ഗീത, ഭാഗവത പുസ്തകങ്ങളൊക്കെ പഠിക്കുക, ഭക്തിയുത ഭഗവത് സേവനം പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ശ്ലോകം 65-ാം ശ്ലോകമാണ്. അതിനകത്ത് പറയുന്നത് പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യേ ഉപജായതേ പ്രസന്നചേതസാഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. അതിൽ പറയുന്ന പ്രസാദേ സർവദുഃഖാനാം, നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഈ പ്രസാദം, ഭഗവാന്റെ പ്രസാദം കിട്ടിക്കഴിയുമ്പം ഇല്ലാതാകും.
ആ പെട്ടെന്ന് തന്നെ അത് ഈ നമുക്ക് ഭഗവാന്റെ പ്രസാദം ഉണ്ടെങ്കിൽ എല്ലാ ദുഃഖങ്ങളും മാറിക്കിട്ടും. പ്രസന്നചേതസ എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ഹൃദയം, അതായത് പരിശുദ്ധമായ ഹൃദയം. ചേതസ് മനസ്സുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുദ്ധി പര്യാധിഷ്ഠിത ബുദ്ധി ഉറയ്ക്കും. അതായത് ശരിയായ ബുദ്ധി, നമുക്ക് ശരിയായ ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റും. ആ ശരിയായ ബുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ പല വഴിക്കോട്ട് മാറിപ്പോകും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന കൃഷ്ണാവബോധം പ്രാപിക്കുക എന്നുള്ളതാണ്. പിന്നെ നല്ല ശുദ്ധമായ ഹൃദയം, ശുദ്ധമായ മനസ്സ്, ആ മനസ്സ് ബുദ്ധിയാൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുമാണെങ്കിൽ നമുക്ക് ആ ഭഗവത് പ്രസാദം കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദുഷ്ടതകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോയി കഴിയുമ്പോൾ നമുക്ക് ശരിയായ ഒരു തെളിഞ്ഞ മനസ്സുണ്ടാകും. ആ തെളിഞ്ഞ മനസ്സിനെ ബുദ്ധി കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ആ ശ്ലോകത്തിന്റെ അതിനകത്ത് പറയുന്നത്, കൃഷ്ണാവബോധത്തിൽ എപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ വിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല, സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസമിന സ്ഥിരപ്രഷ്ഠത നേടുന്നു. സ്ഥിരപ്രജ്ഞനെ പറ്റിയാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങള്, അപ്പൊ ആദ്യം പ്രസാദം കിട്ടുന്നത് എങ്ങനെ, ഭഗവാന്റെ പ്രസാദം എങ്ങനെ കിട്ടും, അതായത് കൃഷ്ണബോധം എങ്ങനെ ഉണ്ടാകും, അതിനെപ്പറ്റി പറഞ്ഞു. ഇനി കൃഷ്ണബോധം ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായ ബുദ്ധി ഉണ്ടാകും. ആ ബുദ്ധി ഉപയോഗിച്ചെങ്കിൽ ഒരേ വിധത്തിൽ അല്ല പല വിധത്തിൽ പോകുന്ന ബുദ്ധി കൊണ്ട് കാര്യമില്ല. ഒരേ വിധത്തിൽ പോകണമെങ്കിൽ മനസ്സ് ശുദ്ധമാണ്. അതിന് വേണ്ടത്തെ കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഈ പറയുന്നത് എല്ലാവർക്കും ദുഃഖം ഉണ്ടാകുന്നുണ്ട്. ദുഃഖം, എല്ലാവരുടെയും ആഗ്രഹം സുഖിച്ച് ജീവിക്കണം എന്നുള്ളതാണ്, അല്ലെ? സുഖം. ഈ ദുഃഖം എന്തൊക്കെ ദുഃഖമാണ് നമുക്കുള്ളത്? ജന്മ, മൃത്യു, ജരാവ്യാധി, ഇതാണ് ദുഃഖം. അപ്പൊ ജനനം മുതൽ നമുക്ക് ദുഃഖത്തിലോട്ട് ഭാഗമാണ്. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ല? ജന്മ, മൃത്യു, ജരാവ്യാധി, ഇതാണ് പ്രധാനപ്പെട്ട ദുഃഖം. പിന്നെ ആഹ്ലാദ ദുഃഖങ്ങളുണ്ട്. ഇതാണ് ജന്മദുഃഖം എന്ന് പറഞ്ഞാൽ, ഒരു ജനനം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ മാതാവിന്റെ ഗർഭപാത്രത്തിൽ കിടന്ന് ഒരുപാട് പ്രയാസപ്പെടുന്നു. പിന്നെ അവിടുന്ന് ഭൂജാതനാകുന്നത് വരെയും ഒരുപാട് ബന്ധപ്പാടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അത് ഭയങ്കര ഒരു ദുഃഖമാണ്. നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഭയങ്കര ദുഃഖം തന്നെയാണ് അത്. അതുകൊണ്ടാണ് എനിക്കൊരു ജന്മം വേണ്ടാന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞു പോരും. പക്ഷെ ഇവിടെ വന്നിട്ട് പിന്നെ ജന്മത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ. ജന്മം ഇല്ലാതിരിക്കാൻ നമ്മളാരും ഒന്നും പ്രവർത്തിക്കാൻ പോകുന്നില്ല. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ നാമം ജപിക്കുകയും ഹരിനാമം കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ആത്മാർത്ഥതയോടെന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക. അങ്ങനെ നമുക്ക് ഈ ദുഃഖങ്ങളിൽ നിന്നൊക്കെ കരകയറണം. അതാണ് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃഷ്ണാവബോധത്തിലെത്തുന്നത്. പിന്നത്തെ ദുഃഖം എന്ന് പറയുന്നത് ജന്മം, മൃത്യു, മരണം എല്ലാവർക്കും ദുഃഖമുള്ള കാര്യമാണ്. വേദന, ഒന്നാമത്തെ കാര്യം വേദന. അത് ശാസ്ത്രം പറയുന്നത് 40,000 തേള് കഴിച്ചാൽ ഉണ്ടാകുന്ന അത്രയും വേദന ആ മരണസമയത്ത് ഉണ്ടാകുന്ന പറയുന്നു. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട അതല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഉപേക്ഷിച്ചു പോകണമല്ലോ. നമ്മുടെ സ്വത്തുക്കള്, ബാങ്ക് ബാലൻസ് എന്തൊക്കെയുണ്ടോ, ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ള വിഷമം. ഇതെല്ലാം കൊണ്ട് ആ മൃത്യു വരുമ്പോൾ ബന്ധപ്പാടാണ്. പിന്നെ അതേസമയത്ത് നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ എല്ലാവിധത്തിൽ ആ യുവത്വത്തിൽ നമ്മൾ ഓടി നടന്ന മാതിരി ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ എനിക്കിപ്പം സംസാരിക്കുന്നതിന് തന്നെ പ്രയാസമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു പ്രയാസം തന്നെ ഉണ്ടാകും. അതും ഒരു ദുഃഖം തന്നെയാണ്. പിന്നെ തലമുടിയൊക്കെ നിറയ്ക്കാൻ തുടങ്ങും, കിളിയൊക്കെ ചുളുങ്ങാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ നമുക്ക് ദുഃഖമാണ് ഇതെല്ലാം. ഇതാണ് ദുഃഖം. പിന്നെ ജന്മദുഃഖം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, ജന്മദുഃഖം വീഴ്ച പോകുന്നുള്ള വിഷമം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 3 തരത്തിലുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ദുഃഖങ്ങളുണ്ട്. 3 തരത്തിലുള്ള ദുഃഖം അതെല്ലാവർക്കും ഉണ്ട്. ആധ്യാത്മികമായിട്ടുള്ള ദുഃഖം, അതുപോലെ അതിഭൗതികമായിട്ടുള്ള ദുഃഖം, ദൈവികമായിട്ടുള്ള ദുഃഖം. അങ്ങനെ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ അല്ലാതുണ്ട്.
ഏതാ വ്യക്തിക്കും ഇത് അനുഭവിച്ചേ തീരും. ശരീര സംബന്ധമായ ദുഃഖം, അതാണ് ആധ്യാത്മിക ശരീര സംബന്ധമായും മനസ്സ് സംബന്ധമായി മാനസികമായിട്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ, ആ ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള നമ്മുടെ ഭൂതങ്ങൾ, അടുത്തുള്ള മറ്റുള്ള ജീവികളുമായിട്ടുള്ള നിന്നുള്ളവർ, നമ്മുടെ ജീവാത്മാക്കളിൽ നിന്നാലും എവിടെ നിന്നാലും അങ്ങനെ മറ്റ് ആത്മാക്കളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ദുഃഖം. ഇപ്പൊ പേപ്പട്ടി കടിക്കുക, കൊതുക് കടിക്കുക, തേള് കുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ദുഃഖങ്ങൾ. അതുപോലെ തന്നെ അങ്ങനെ പല പല ദുഃഖങ്ങളുണ്ടല്ലോ, അത് തന്നെ. പിന്നെ ദൈവികമായിട്ടുള്ള ദുഃഖം, അതാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും കൊടുങ്കാറ്റുണ്ടാകുന്നതും. അല്ല, ഒരു ദുഃഖത്തെ പറ്റി പറയാൻ മറന്നുപോയി. ഇപ്പൊ യുദ്ധം ചെയ്യുന്ന സമയത്ത്, യുദ്ധം നമുക്കിവിടെ അറിയാൻ വയ്യെങ്കിലും ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ആ ദൈവിക ദുഃഖത്തെ പറ്റി ആയാലും ശരി, ഇപ്പം വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ അഗ്നിപർവ്വതം പൊട്ടുന്നത്, ഈ പേമാരികൾ പെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ദൈവികമായിട്ട് ദുഃഖങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. ആ ദുഃഖമൊക്കെ മാറിക്കിട്ടണമെങ്കിൽ ഭഗവത് പ്രസാദം ആവശ്യമാണ്. ആ ഭഗവത് പ്രസാദം ഉണ്ടെങ്കിൽ നമുക്ക് ഈ നേരിടുന്ന ദുഃഖങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് നേരിടാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഭഗവത് ഭക്തി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ദുഃഖമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും ഇത് സർവ്വസാധാരണമാണെന്നും എല്ലാവരും അനുഭവിക്കേണ്ടതാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകും. ഭഗവാന്റെ ഇഷ്ടാനുസരണമാണ് ഇതൊക്കെ കിട്ടുന്നത്, ദുഃഖങ്ങൾ. അതുകൊണ്ട് അതൊക്കെ സഹിക്കാനുള്ള ഒരു കഴിവും നമുക്കുണ്ടാകും. അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത്, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാക്കിയാൽ രക്ഷപ്പെടാൻ സാധിക്കും ഇങ്ങനെയുള്ള ദുഃഖങ്ങളിൽ നിന്ന്. ഏത് തരത്തിലുള്ള ദുഃഖങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് സഹിക്കാനുള്ള ബുദ്ധി ഭഗവാന്റെ അനുഗ്രഹത്താൽ നേടാം. പ്രസന്ന ചേതസ, അങ്ങനെ പ്രസന്നമായ മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാം. പ്രസന്ന മനസ്സില്ലെങ്കിൽ എപ്പോഴും നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് നമുക്കൊരു ശ്ലോകം ഭഗവത്ഗീതയിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. വ്യാവസായികാത്മിക ബുദ്ധി ഏകൈക കുരുനന്ദന. അങ്ങനെയുള്ള ഒരു ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നിശ്ചയദാർഢ്യമുള്ളവരാണ്. ഇതില്ലാത്തവരുടെ ബുദ്ധിയെ പല വഴിക്കും മാറും. അതിനകത്ത് പറയുന്ന ഇതാണ്, കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ അവര് ശരിയായ ബുദ്ധി ഉപയോഗിച്ച് നേർവഴിക്ക് മാത്രമേ നടക്കൂ. അതായത് വേണ്ട കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി പല വിധത്തിൽ പോയിക്കൊണ്ടിരിക്കും. അതിന് ഉദാഹരണങ്ങളൊക്കെ പലതും ഇന്നലെ പ്രഭുജി ഒരു ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞാണ്. എങ്ങനെ മാറും, അല്ല മാതാജി എന്ന് തോന്നുന്നു, ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞാണ് നമ്മുടെ ബുദ്ധി പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മനസ്സ് നിയന്ത്രിക്കാൻ വേണ്ടി കൃത്രിമമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ മനസ്സ് നിയന്ത്രിക്കാൻ നോക്കും. പക്ഷെ കൃഷ്ണാവബോധം ഇല്ലെങ്കിൽ, ഭഗവാന്റെ കാര്യം ചിന്തിച്ചില്ലെങ്കിൽ, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ ആ ബുദ്ധി പല വഴിക്ക് മാറിപ്പോകും. ഒരു ചെറുതായ എന്തെങ്കിലും, അത് വലിയ മുനിമാർക്ക് പോലും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, മാറിപ്പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ നിശ്ചയദാർഢ്യത്തിൽ നിന്ന് മാറി വേറെ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ കൃഷ്ണാവബോധം ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ശരിയായ ദിശയിൽ പോകാനുള്ള ഒരു മനസ്സുണ്ടാകും. അങ്ങനെ കൃഷ്ണാവബോധം അത്യാവശ്യം, അത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി പല വഴിക്കും മാറാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് അതേമാതിരി ഈ കൃഷ്ണാവബോധമുള്ള ഒരാളാണെങ്കിൽ, അതായത് ഈ സ്ഥിതപ്രജ്ഞനായ ഒരാൾക്കാണെങ്കിൽ ഏത് കാലാവസ്ഥയിലും ഏത് ലോകത്തും എവിടെയും ജീവിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ദുഃഖമോ വൈക്ലഭ്യമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏത് ലോകത്തായാലും ശരി, വൈകുണ്ഠമായാലും ഇന്ദ്രലോകമായാലും ഒരുപോലെയാണ്. ആ ഭക്തിയുടെ ശ്രേഷ്ഠത്വം അതാണ്. ഇതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അതായത് മോക്ഷം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഭക്തിയിലോട്ട് എത്തുക. പരിശുദ്ധ ഭക്തി തുടങ്ങുന്നത് അപ്പോഴാണ്. എവിടെ നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള ചിന്തകളും നമ്മുടെ
അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തി എല്ലാം, അതായത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനും അല്ലെ നമ്മുടെ സഹപ്രവർത്തകരും നമ്മൾ ഒരേ ലെവലിലാണ്, അതായത് ഭഗവാന്റെ അംശങ്ങളാണെന്നും ഇതൊക്കെ ഭഗവാനാണെന്നും ഒക്കെ നമ്മൾ ഏത് വിധത്തിൽ മനസ്സിലാക്കുന്നു, ആ സമയത്താണ് ഈ മോക്ഷം എന്ന് പറയുന്നത് കിട്ടുന്നത്. മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ ജീവനുപേക്ഷയിൽ മാത്രമേ, കഴിഞ്ഞ ശ്ലോകത്തിലും പറഞ്ഞാൽ കൃഷ്ണ പ്രേമമാണ് പ്രധാന ലക്ഷ്യം. കൃഷ്ണന്റെ പ്രേമത്തിൽ എത്തുക എന്നുള്ളതാണ് മനുഷ്യന്റെ, സാധാരണക്കാരന്റെ ലക്ഷ്യം. ഇങ്ങനെ കൃഷ്ണപ്രേമം കിട്ടുന്നതുവരെയും നമ്മൾ കഠിനമായിട്ട് ഭഗവത് ഭക്തിയുത സേവനം ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ. ഇനി അടുത്ത ശ്ലോകം 66. നാസ്തി ബുദ്ധിരയുക്തസ്യ നാ ചായുക്തസ്യ ഭാവന നാ ചാ ഭാവയത ശാന്തിരശാന്തിസ കുത ദുഃഖം. ഇതിനകത്ത് പറയുന്നത് പരമപുരുഷനായ ശ്രീകൃഷ്ണ പരമപുരുഷനുമായി, അതായത് കൃഷ്ണാവബോധം ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതല്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനം ഇല്ലെങ്കിൽ പിന്നെ സുഖം എവിടെ? സുഖം ജീവിതത്തിൽ എല്ലാവരും സുഖം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം അത് തന്നെ, സുഖം. സുഖത്തോടു കൂടി നമുക്ക് ജീവിക്കണം. പണമുള്ളവനായാലും ശരി, ഇല്ലാത്തവനായാലും ശരി, ഒരു വിജീവാത്മാവിന് എപ്പോഴും തോന്നുന്ന കാര്യമാണ് സർവ്വസാധാരണമായി അവന് സുഖം അനുഭവിക്കണം. മറ്റ് നമ്മൾ കൃഷ്ണാവബോധം സിദ്ധിച്ചവരൊക്കെ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഭഗവാന്റെ കാര്യവും ആത്മാവാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരത് ചിന്തിക്കുന്നില്ല. പക്ഷെ സാധാരണ രീതിയിൽ എല്ലാവർക്കും സുഖം, ഒരു സുഖം, പല വിധത്തിലുള്ള സുഖം ഉണ്ടെന്ന് പറയുന്നുണ്ട്. സുഖം ഭൗതിക ആനന്ദത്തിൽ നിന്ന് കിട്ടുന്ന സുഖം, ഭൗതികമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ, ബ്രഹ്മവുമായുള്ള ഐക്യത്തിൽ നിന്നും കിട്ടുന്ന, കൃഷ്ണാവബോധത്തിൽ നിന്നും കിട്ടുന്ന സുഖം. അങ്ങനെ 3 തരത്തിലുള്ള സുഖങ്ങൾ കിട്ടുന്നുണ്ട്. അതിലേറ്റവും നല്ലതെന്ന് പറയുന്നത് കൃഷ്ണാവബോധത്തിൽ നിന്നും കിട്ടുന്ന സുഖം. അത് നിത്യമായിട്ടുള്ള സുഖമായിരിക്കും. ആനന്ദം, മനസ്സിനുള്ള ആനന്ദം ഉണ്ടാകും. അങ്ങനെയാണ് അതിൻ്റെ സുഖത്തെ പറ്റി പറയുന്നത്. ആ സുഖം എങ്ങനെ കിട്ടും? ഭക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനം ജ്ഞാത്വാ മാം ശാന്തി നിശ്ചതി. ഈ ശ്ലോകം 5-ാം അധ്യായത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള, ഇനി പഠിക്കേണ്ടതായിട്ട് വരും. ഭോക്താരം, പറയുന്നത് ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വര സുഹൃതം സർവഭൂതാനം ജ്ഞാത്വാ മാം ശാന്തി നിശ്ചതി. സർവലോകങ്ങളുടെ അധിപൻ, അതായത് കൃഷ്ണനെ പറ്റി, ഭഗവാനെ പറ്റി മനസ്സിലാക്കുക. അതാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. കൃഷ്ണാവബോധം ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തത ഉണ്ടാകും. അങ്ങനെ മനസ്സിന് ശാന്തത ഉണ്ടായാൽ നമുക്ക് സുഖമുണ്ടാകും. അതിനെപ്പറ്റിയാണ് പറയുന്നത് ഈ ശ്ലോകത്തില്. പ്രസാദേ സർവദുഃഖാന അല്ല നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാ ഭാവായത ശാന്തി അശാന്തസ്യ കഥാ സുഖം. ഇതിപ്പോ ഞാൻ വായിച്ചാണല്ലോ, അത് തന്നെ പറയുന്നത്. പരമപുരുഷനുമായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവന് ജീവബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യവുമല്ല. അപ്പൊ കൃഷ്ണാവബോധം ഇല്ലെങ്കിൽ ഉറച്ച മനസ്സുണ്ടാകത്തില്ല, ബുദ്ധിയും ശരിയായിരിക്കത്തില്ല. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ ശ്ലോകമാണ് ഇപ്പോൾ സർവിച്ചത്. അതിന് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഇതാണ്: ഈശ്വരനെ പറ്റി മനസ്സിലാക്കുക, നമ്മളെ പറ്റി മനസ്സിലാക്കുക. അങ്ങനെ ഈശ്വരൻ എന്ന് പറയുന്നത് സർവ്വതിൻ്റെയും ഉറവിടമാണ്. നമ്മൾ പഠിച്ചിട്ടില്ല, പുതിയ ആൾക്കാർ പഠിച്ചു കാണത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്നുണ്ട് ഈശ്വരൻ്റെ, ആരാണ് ഈശ്വരൻ, അല്ല എവിടെയാണ് ഈശ്വരൻ, ഈശ്വരൻ എന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. ഭാഗവതത്തിലും പറയുന്നുണ്ട് എല്ലാം ഈശ്വരനിൽ നിന്നാണ് ആവിർഭവിച്ചത്. അതുപോലെ തന്നെ വേറെയും പല പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് ഭഗവാൻ. എല്ലാ ഭാഗവതത്തിന്റെ എല്ലാ സ്കന്ധങ്ങളിലും പറയുന്നുണ്ട് ഭഗവാൻ ആദിപുരുഷനാണെന്നും ഈ ആദിപുരുഷനിൽ നിന്നാണ് സകല ലോകങ്ങളുണ്ടായതെന്നും സകല ജീവജാലങ്ങൾ ഉണ്ടായതെന്നും ഈ ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നു അതിനൊക്കെ ഉത്തരവാദി ഭഗവാനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ ക്രമേണ പഠിക്കേണ്ടതാണ്, പഠിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ അറിയുന്നവർ ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടുന്നു. സുഖം, ശാന്തി, മനസ്സിന് സ്ഥിരത, ദിവ്യജ്ഞാനം. ഭക്തിയാൽ ദിവ്യജ്ഞാനം നേടാം. അപ്പൊ ഈ ഭക്തി കൊണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഭക്തി, ശരിയായ ഭക്തി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ശാന്തി, സുഖം ഉണ്ടാവും. അതുപോലെ ശാന്തി ഉണ്ടാവും, മനസ്സിന് സ്ഥിരത ഉണ്ടാവും. ഇപ്പൊ ഇത് പഠിച്ചതൊക്കെ തന്നെ
ഭക്തി ഉയർന്നു കഴിയുമ്പോൾ ദിവ്യജ്ഞാനം നമുക്ക് മനസ്സിലാകും. എന്താണ് ദിവ്യജ്ഞാനം? ആ ദിവ്യജ്ഞാനം മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിന് സ്ഥിരത ഉണ്ടാകും. മനസ്സിന് പിന്നെ ചാഞ്ചല്യങ്ങൾ ഉണ്ടാവില്ല. ആ മനസ്സിന് സ്ഥിരത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സുഖമുണ്ടാകും, ശാന്തി ഉണ്ടാകും. അങ്ങനെ ആ ശാന്തി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് സുഖം, ആത്മീയ ശാന്തി. അപ്പം ദൈവത്തിനെ പറ്റിയും പ്രകൃതിയെ പറ്റിയും മനുഷ്യനെ പറ്റിയും ജീവാത്മാക്കളെ പറ്റിയും അതിൻ്റെ എവിടെ ഉത്ഭവിച്ചതിനെ പറ്റിയും ഭഗവാന്റെ എന്തൊക്കെ മഹാത്മ്യങ്ങളുണ്ടെന്നും ഈശ്വരന്റെ മഹാത്മ്യങ്ങളും ഓരോ വ്യക്തികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പ്രകൃതിയായിട്ടുള്ള ബന്ധം എന്താണ്, എവിടെയാണ് നമ്മുടെ ഉത്ഭവസ്ഥാനം, അല്ലെങ്കിൽ ഇതൊക്കെ നോക്കിക്കാണുന്ന നമുക്ക് ഭഗവാന്റെ കാര്യം തന്നെ നമ്മൾ ആലോചിച്ചാൽ സർവ്വതും ഭഗവാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അഹം സർവസ്യ പ്രഭോ മത്ത സർവം പ്രവർത്തത ഇതിമത്വ ഭജന്തേ മാം ബുധാഭാവസന്നിധ. ഇപ്പൊ ഈ ശ്ലോകം പഠിച്ചിട്ടോ ഇല്ലാത്തവർ പഠിക്കുമ്പോൾ മനസ്സിലാകും എല്ലാം ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ഭഗവാനാണ് ഇതെല്ലാം നിലനിർത്തുന്നതും. ഈ കാണുന്ന ലോകത്തിലുള്ള സകല ചരാചരങ്ങളും ഭഗവാനിൽ നിന്നാണ്, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഒരു പുൽക്കൊടി പോലും ഭഗവാൻ പറയാതെ അനങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ എന്താ നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചാൽ സാധാരണ ലെവലിൽ പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരം തന്നെ എടുത്തു നോക്കാം നമുക്ക്. അത് ഭഗവാന്റെ എന്തെല്ലാം അതിനകത്ത് എന്തെല്ലാം അവയവങ്ങൾ പ്രവർത്തിക്കുന്നു. വെറും ആഹാര സാധനങ്ങൾ നമ്മൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് എന്തെല്ലാം വിറ്റമിന്, രക്തം, സ്വർണ്ണ, എന്തൊക്കെ അവിടെ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നു. അത് എത്ര പ്രയാസമേറിയ ഒരു എഞ്ചിനാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ തരുന്നത്. ഇതൊക്കെ ഭഗവാന്റെ സൃഷ്ടിയാണ്. ഭഗവാന്റെ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ജീവികളെയും സൃഷ്ടിച്ചിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അപ്പൊ ആ ഭഗവാന്റെ സൃഷ്ടി വൈഭവങ്ങൾ, അതേമാതിരി ലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യചന്ദ്രന്മാര്, അതുപോലെ പല പല ഗ്രഹങ്ങളും സൂര്യചന്ദ്രന്മാരും ഒക്കെ ഉണ്ട് ഈ ആകാശത്ത്. അപ്പൊ ഇതൊക്കെ ഒരു നിശ്ചിത സമയത്ത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക, ഒരിടത്ത് നിൽക്കുകയല്ല, എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണ എഞ്ചിൻ്റെ ഒരു വണ്ടി തന്നെ ഉണ്ടാക്കിയിട്ട് അതിന്റെ നിയന്ത്രണം റോട്ടിൽ കൂടെ പോകുമ്പോൾ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകും. ഈ അപകടങ്ങൾ ഒന്നുമില്ലാതെ ഈ കാണുന്ന പ്രപഞ്ചങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ഭഗവാനാണ്. അത് നിലനിർത്തുന്നതും ഭഗവാൻ, അത് നിയന്ത്രിക്കുന്നതും ഭഗവാൻ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ അറിയുന്നതിനെയാണ്. അതുപോലെ തന്നെ ഭഗവാനുമായിട്ടുള്ള ബന്ധം, ഭഗവാന്റെ ഒരു ചെറിയ അംശമാണ് നമ്മൾ ജീവാത്മാക്കൾ. ഭഗവാന് എന്ന് പറയുന്ന വിഭു, അതായത് ഇത്ര പരിധിയില്ലാത്ത ഭഗവാന്റെ ശരീരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഐശ്വര്യങ്ങൾ. അതേസമയത്ത് നമുക്കെന്തോ ഒരു ശകലം ഒരു തീപ്പൊരിയുടെ ഒരു അംശം. അതായത് തീപ്പൊരി എന്ന് പറഞ്ഞാൽ ആ തീ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനൊരു പൊരി താഴെ വീണാൽ അത് ചിലപ്പോൾ നശിച്ചേ പോകത്തുള്ളൂ. പക്ഷെ അത് നിലനിർത്തണമെങ്കിൽ വളരെ പ്രയാസം. അപ്പം നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് നമ്മുടെ കൃഷ്ണാവബോധത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഭഗവാന്റെ മഹാത്മ്യത്തെ പറ്റി നമ്മൾ അറിയുന്നതും ഭഗവാനെ പറ്റി അറിയുന്നതും നമ്മുടെ ഓരോ ജീവാത്മാക്കളെ പറ്റിയും പ്രകൃതിയിലുണ്ടാകുന്ന ഓരോ സസ്യങ്ങളെ പറ്റി അറിയുന്നതും ഇതെല്ലാം ഭഗവാന്റെ അംശങ്ങളാണെന്നൊക്കെ അറിയുന്ന കാര്യത്തിനാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ആ കൃഷ്ണാവബോധത്തിൽ നമ്മൾ പ്രവർത്തിക്കുക. ഭഗവാനെ ഒഴികെ മറ്റൊന്നും ചിന്തിച്ചാതിരിക്കുക. മനസ്സിന് ശാന്തി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ശാന്തമായ മനസ്സുള്ളവർക്ക് സുഖം അനുഭവപ്പെടുന്നു. അതാണ് കൃഷ്ണാവബോധത്തിന്റെ ഉദ്ദേശം. അത് തന്നെ ശാന്തമായ മനസ്സ് നമുക്കുണ്ടാകാൻ വേണ്ടി കൃഷ്ണാവബോധത്തിൽ നമ്മൾ തുടങ്ങിയതോടെ നമ്മൾ പഠിക്കണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സും ശാന്തമാകും. അങ്ങനെ ശാന്തമായ ശേഷം നമുക്ക് ആത്മീയമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ പറ്റും. മറ്റുള്ള ഇത് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അദ്ദേഹം എല്ലാം അറിയും. അതുപോലെ തന്നെ ഈ വിവരങ്ങൾ ഒക്കെ അറിയുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെ ഉണ്ടാകും. അതാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് നമ്മുടെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞതും. ഇതിനു വേണ്ടി നമ്മളും പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമുക്കും ഒരു ചെറിയ സ്ഥിതപ്രജ്ഞനായി മാറാൻ പറ്റും. അതിനുവേണ്ടി എല്ലാവരും ഭക്തി പുരസരം നമ്മുടെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക.
ഭാഗവതം ശ്രദ്ധയോടുകൂടി പഠിക്കുക. അതാണ് അത്യാവശ്യം. ശ്രദ്ധയോടെ ഭഗവത്ഗീതയും പഠിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഭക്തിയിൽ വരാനുള്ള നിഷ്ഠകൾ. അത് ഒരു ഹരേ കൃഷ്ണ. ഇത്രയൊക്കെ ഉള്ള ഈ ശ്ലോകങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ളത്. നിർത്താൻ സമയമാവുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നിർത്താം പ്രഭു. ആർക്കും വേറെ ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ പതിതാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശിലാ പ്രഭുപാദി കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. നിർത്താം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.